अथ एकादशोऽध्यायः। अर्जुन उवाच मदनुग्रहाय परमं गुह्यम् अध्यात्मसंज्ञितम् यत्त्वयोक्तं वचः तेन मोहोऽयं വിഗതോ മമ. അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങളിപ്പോൾ തീർന്നിരിക്കുന്നു. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ച അവ്യയം. അല്ലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഹേ പുരുഷോത്തമ, ഹേ പരംപൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എന്റെ മുൻപിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വാവിഷ്കാരത്തിലെങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നതെങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടും ഇതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനം അവ്യയം. പ്രഭു, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്തെനിക്കുണ്ടെന്നങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോഥ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതഃ തഥാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഭാരതശ്രേഷ്ഠ, ഇതാ ആദിത്യർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടും ഇച്ഛസി. അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നതെന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ. നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നതുപോലും സർവചരാചരങ്ങളും
ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. പക്ഷേ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യചക്ഷുസ് നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളൂ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി. അനേകവക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിതാ യദി ഭാവ സദൃശീ സാ സ്യാത് ഭാസഃ തസ്യ മഹാത്മനഃ. ആയിരമായിരം സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. തത്രൈകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവഃ തദാ. വിശ്വാത്മകമായ ആ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. തതഃ സവിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിഃ അഭാഷത. പിന്നെ അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാധീനനായി രോമാഞ്ചം പൂണ്ട് കൃഷ്ണന്റെ മുൻപിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ടിങ്ങനെ പറഞ്ഞു. അർജുന ഉവാച പശ്യാമി ദേവാൻ തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ
ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരകാംശ്ച ദിവ്യാൻ. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല, താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. അനേക ബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അല്ലയോ ജഗന്നാഥ, വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായ്കളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. അവയ്ക്കവസാനമില്ല. ആദിയോ മധ്യമോ അന്തമോ കാണുന്നില്ല. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിം അപ്രമേയം. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചൂഴെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. എങ്കിലും അനേകവിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനും ശാശ്വതധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനാദിമധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്തം സ്വതേജസാ വിശ്വമിദം തപന്തം. അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങേക്കുണ്ട്. വായിൽ നിന്ന് തീ പാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട്. ദ്യാവാ പൃഥിവ്യോഃ ഇദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപം ഉഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമ്യാകാശങ്ങളും സർവദിങ്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ, ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. അമീഹി ത്വാം സുരസംഘാഃ വിശന്തി കേചിത് ഭീതാഃ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപ്പോകുന്നു. അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട്
കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധരും ലോകത്തിനെല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങയെ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. രുദ്രാദിത്യാഃ വസവോ യേ ച സാധ്യാഃ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാഃ വീക്ഷന്തെ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. പരമശിവന്റെ വിവിധാവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വനീ ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു. രൂപം മഹത്തേ ബഹുഭക്തനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാഃ പ്രവ്യഥിതാഃ തഥാഹം. മഹാബാഹോ, എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ഭയാകുലരാണ്. അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകരദംഷ്ട്രങ്ങളുമുള്ള അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് സർവലോക നിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു. നഭസ്പൃശം ദീപ്തം അനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ. അല്ലയോ സർവവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങയെ അനേക വികിരണ വർണ്ണജാലങ്ങളോടുകൂടിയും പിളർന്ന വായോടുകൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടുകൂടിയും കണ്ടിട്ട് എന്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകുന്നു. എനിക്കെന്റെ സ്ഥൈര്യത്തെയോ മനസ്സിന്റെ സന്തുലനത്തെയോ നിലനിർത്തുവാൻ കഴിയുന്നില്ല. ദംഷ്ട്രാകരാലാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനെ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ലോകനാഥനായ ദേവദേവ, പ്രസാദിക്കണേ. പാളുന്ന കാലാഗ്നി ജ്വാലകളെപ്പോലിരിക്കുന്ന ദംഷ്ട്രാകരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു, ദിഗ്ഭ്രമം അനുഭവപ്പെടുന്നു. അമീ ച ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രഃ തഥാസൗ സഹസ്മദീയൈരപി യോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ്വിലഗ്നാ ദശനാന്തരേഷു സന്ദൃശ്യന്തെ ചൂർണിതൈഃ ഉത്തമാംഗൈഃ. ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വൈകളിലേക്ക് അതിവേഗത്തിൽ കടന്നുപോവുകയാണ്. ആ ദംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസുകൾ ചതഞ്ഞരയുന്നു. യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാഃ ദ്രവന്തി തഥാ തവാമി
നരലോകവീരാഹ വിശന്തി വക്ത്രാണി അഭിവിജ്വലന്തി. നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നതുപോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായ്കളിലേക്ക് കടക്കുന്നു. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാഃ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. ഈയാംപാറ്റകൾ അതിവേഗത്തിൽ പറന്നുവന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്ത്രങ്ങളിൽ വീണ് നശിക്കുന്നു. ലേലിഹ്യസേ ഗ്രസമാനഃ സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണോ. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായ്കളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ്സുകൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. ആഖ്യാഹി മേ കോ ഭവാൻ ഉഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ദേവാധിദേവ, ഉഗ്രമൂർത്തേ, അങ്ങാരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു. എന്നിൽ കനിയേണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്കറിയണം. അങ്ങയുടെ ദൗത്യമെന്തെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീ ഭഗവാൻ ഉവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാഃ പ്രത്യനീകേഷു യോധാഃ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ രണ്ട് കക്ഷിയിലും പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാഃ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിന്. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ്സു നേടാൻ തയ്യാറാകൂ. ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുൻപ് തന്നെ കൊന്നുകഴിഞ്ഞു. നീ കേവലം ഒരായുധമാവുന്നതേയുള്ളൂ സവ്യസാചിൻ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ ഹതാൻ ത്വം ജഹിമാ വ്യതിഷ്ഠാഃ യുധ്യസ്വ ജേതാസി രണേ സപത്നാൻ. ഭീഷ്മൻ, ദ്രോണൻ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട. നീ പൊരുതുക മാത്രം ചെയ്താൽ മതി. ശത്രുക്കൾ തോറ്റുപോകും. സഞ്ജയ ഉവാച
एतच्छ्रुत्वा वचनं केशवस्य कृताञ्जलिः वेपमानः किरीटी नमस्कृत्वा भूय एवाह कृष्णं सगद्गदं भीतभीतः प्रणम्य സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യതി അനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. അർജുനൻ പറഞ്ഞു, ഋഷികേശ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായിത്തീരുന്നു. അങ്ങയിൽ അനുരക്തമാവുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. കസ്മാച്യത്തെ നനമേരൽ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്ത ദേവേശ ജഗൽനിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ സ്രഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ടവർ ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിനാശ്രയവുമായ ദേവാധിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്കുപരിയുമാണങ്ങ്. ത്വമാദിദേവഃ പുരുഷഃ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. വായുര്യമോഗ്നിഃ വരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചുകൊള്ളുന്നു. നമഃ പുരസ്താത് അഥ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവതയേവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കട്ടെ. അതിരറ്റ ശക്തിമാനെ, അങ്ങ് നിസീമമായ ശക്തിയുടെ ഉടമയാണ്. സർവവ്യാപിയാകയാൽ അങ്ങ് എല്ലാമാണ്. സഖേതി മത്വാ
പ്രസഭം വ്യദുക്തം. ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. യച്ചാവഹാസാർത്ഥം അസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോഥവാപ്യച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വാം അഹമപ്രമേയം. അങ്ങയുടെ മഹത്വമെന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ ഹേ യാദവ ചങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിലായിരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ നത്വത്സമോസ്തി അഭ്യധികഃ കുതോന്യോ ലോകത്രയേപി അപ്രതിമ പ്രഭാവ. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവാണങ്ങ്. ആ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. അങ്ങേക്ക് സമനായോ സമനാവാൻ കഴിവുള്ളവരായോ മറ്റാരുമില്ല. അങ്ങനെയാകിൽ ഹേ അതുല്യ പ്രഭാവനെ, 3 ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്? തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാം അഹമീശം ഈഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയ പ്രിയായാർഹസി ദേവസോടും. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകന്റെ ധിക്കാരത്തെ അച്ഛനെന്ന പോലെ, സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതേ സമയത്ത് തന്നെ എന്റെ മനസ്സ് ഭയാകുലവുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിനാശ്രയമായ ദേവദേവ, വീണ്ടും മുൻപുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടും അഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ, 4 കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖചക്ര ഗദാ പത്മങ്ങളുമുള്ള അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അത് കാണിച്ചു തരണമേ. ശ്രീഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതം
ആത്മയോഗാത് തേജോമയം വിശ്വം അനന്തം ആദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. ശ്രീ ഭഗവൻ പറഞ്ഞു, ഹേ അർജുന, നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായ എന്റെ ഈ വിശ്വരൂപം കാട്ടിത്തന്നു. ആദിമവും അവസാനമില്ലാത്തതും തേജോമയവുമായ ഇത് നീയൊഴികെ ആരും മുൻപ് കണ്ടിട്ടില്ല. ന വേദയജ്ഞാധ്യയനൈഃ ന ദാനൈഃ ന ച ക്രിയാഭിഃ ന തപോഭിരുഗ്രൈഃ ഏവം രൂപഃ ശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീരാ. ഹേ കുരുശ്രേഷ്ഠ, എന്റെ ഈ വിശ്വരൂപം നീയല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. വേദാധ്യയനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ ഈ രൂപം ദൃശ്യമാവില്ല. മാ തേ വ്യഥ മാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരം ഈദൃങ്മമേദം വ്യപേതഭീഃ പ്രീതമനാഃ പുനസ്ത്വം തദേവ മേ രൂപം ഇദം പ്രപശ്യ. എന്റെ ഈ ബീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അതിതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപുഃ മഹാത്മാ. സഞ്ജയൻ പറഞ്ഞു, ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടുകൂടിയ തന്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീം അസ്മി സംവൃത്തഃ സചേതഃ പ്രകൃതിം ഗതഃ. കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷികാകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി. എന്റെ മനസ്സ് ശാന്തമായി. ശ്രീ ഭഗവാനുവാച സുദുദർശം ഇദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഭഗവാൻ പറഞ്ഞു, പ്രിയ അർജുന, നീയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്ത് കഴിയുന്നു. നാഹം വേദൈഃ ന തപസാ ന ദാനേന ന ചേദ്യയാ
ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികളാലോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എന്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാകുന്നത്. ഭക്ത്യാ ത്വനന്യയാ ശക്യഃ അഹമേവം വിധോർജുന. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപഃ. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യഃ മാമേതി പാണ്ഡവ. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനയോഗോ നാമ ഏകാദശോऽധ്യായഃ.